നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഡ്രസ്സ് ഇടുക, കല്യാണത്തിന് പോവുക, കല്യാണം കാണുക, ഭക്ഷണം കഴിക്കുക, വീട്ടിലെത്താം, സേഫ്. ബട്ട് നിങ്ങളൊരു സിംഗിൾ ആണെങ്കിൽ ഇത് അത്ര എളുപ്പമല്ല. സിംഗിൾസ് ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ കല്യാണത്തിന് പോകുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കൂടെ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒരു പക്ഷേ നിങ്ങളുടെ മാത്രം പേഴ്സണൽ പ്രോപ്പർട്ടി ആയിരിക്കും. ബട്ട് നിങ്ങൾ കേരളത്തിലൊരു വീട്ടിൽ കല്യാണത്തിന് പോയാൽ അതങ്ങനെയില്ല, അതൊരു പബ്ലിക് പ്രോപ്പർട്ടിയായി മാറുകയാണ്. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ ഈ പബ്ലിക് പ്രോപ്പർട്ടിയും കൂടി ആയിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സർവൈവ് എ കേരള വെഡിങ് വിത്തൗട്ട് ഗെറ്റിംഗ് എ സിംഗിൾ പ്രപ്പോസൽ. പറഞ്ഞുതരാം. ഒരാൾ കേരളത്തിൽ കല്യാണത്തിന് പോയിട്ട് ജീവനോടെ തിരിച്ചു വരിക എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ സിംഗിളായിട്ട് ഒരാൾ കേരളത്തിൽ കല്യാണത്തിന് പോയിട്ട് ഒരു പ്രപ്പോസൽ പോലും കിട്ടാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് സ്റ്റെപ്സ് നോക്കാം. അപ്പം നമുക്ക് സ്റ്റെപ്സ് നോക്കിയാലോ. നിങ്ങൾ സിംഗിളായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ പോകുന്നത് വേറൊരു കല്യാണത്തിനല്ല, നിങ്ങൾ പോകുന്നത് ഒരു പബ്ലിക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറ്റി മറയ്ക്കാൻ സാധ്യതയുള്ള ഒരു പബ്ലിക് എക്സാമിനേഷനാണ് എന്ന ബോധത്തോടുകൂടി പോവുക. സ്റ്റെപ്പ് നമ്പർ 1 ഇതാണ്: പ്രിപ്പയർ യുവർ സെൽഫ്. ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റബിൾ ആയിരിക്കും. സോ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ നിങ്ങൾ റിപ്ലൈ ചെയ്യും, നിങ്ങളുടെ ഫേസിൽ എന്തൊക്കെ എക്സ്പ്രഷൻ കൊടുക്കണം എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. അത് നിങ്ങൾ ബെനിഫിറ്റ് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾ നിങ്ങളെ പാരൻസിനെയും പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ യുവർ പാരൻസ്. നിങ്ങൾ പറയാൻ പോകുന്ന അതേ ഉത്തരം തന്നെ നിങ്ങളുടെ പാരൻസിനെയും ഒന്ന് പഠിപ്പിച്ച് വിട്ടേക്കുക. ആൻഡ് ഈ ആൻസർ ഷുഡ് നോട്ട് ബി ഒരു ഡയറക്റ്റ് ആൻസർ ആകരുത്. കല്യാണം നോക്കുന്നുണ്ടോ ചോദിച്ചാൽ നോക്കുന്നുണ്ട്, ഇല്ല നോക്കുന്നില്ല എന്നൊരു ഡയറക്റ്റ് ആൻസർ ആയിരിക്കരുത്. അവർക്ക് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിലുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും സ്വീകരിക്കാം. ഇത് അവരുടെ വായടപ്പിക്കാം, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന പോലെ സംസാരിക്കാം, വാട്ട് എവർ. അവർ തിരിച്ച് ഇനി അതിൻ്റെ പുറത്തൊരു ചോദ്യം ചോദിക്കാത്ത രീതിയിൽ വേണം നിങ്ങളെയും നിങ്ങളുടെ പാരൻസിൻ്റെയും ഉത്തരങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. സെറ്റല്ലേ? ഓക്കെ. ഇനി സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 1ഉം 2ഉം നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങളെ വീട്ടിൽ വെച്ചായിരിക്കും. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3 നിങ്ങൾ ചെയ്യേണ്ടത് കല്യാണ വീട്ടിലേക്ക് കയറുന്ന മുന്നേ ആയിരിക്കും. എന്താ? സ്കെച്ച് ദി പേഴ്സൺ. ആ പേഴ്സൺ തന്നെ സ്കെച്ച് ചെയ്തേക്കുക. ആരൊക്കെ അടുത്തുനിന്നാണ് ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ഈ ആളുകളെ മാക്സിമം സ്കെച്ച് ചെയ്യുക. ആൻഡ് ഇവർ പോകുന്ന വഴിക്ക് പോവാതിരിക്കുക. ആൻഡ് ഇവർ ഫുഡ് കഴിക്കാൻ പോയാൽ നിങ്ങൾ വീടിൻ്റെ അകത്ത് കയറിക്കോണം. വീടിൻ്റെ അകത്തേക്ക് വരുമെന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോണം. ആൻഡ് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഇട നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ അവരെ കണ്ടാൽ അവർ നിങ്ങളെ കാണുന്നതിന് മുന്നേ നിങ്ങൾ മുങ്ങിക്കോണം. പേടിച്ചോടുന്നതല്ല കേട്ടോ. ആൻഡ് ഇതൊരു സ്ട്രാറ്റജിയാണ്. വേണ്ടാത്ത ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധി. വെറുതെ ഉത്തരം കൊടുത്ത ബുദ്ധിമുട്ടുണ്ടല്ലോ. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് 99.9% കീടാണുക്കൾ നമ്മൾ ഒഴിവാക്കിയാലും ബാക്കി 0.1 കീടാണുക്കൾ ഉണ്ടാവുമല്ലോ. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴാണ്. നോക്കിയാലോ, ഇത്ര ആൾക്കാർ ചോദിക്കാം. മിക്കവാറും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ച ആ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഉറപ്പല്ലേ? എത്ര കണ്ടതാ. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ച ആൻസർ അതേ കോൺഫിഡൻസോട് കൂടി പറയാം. നോ വഴി. ബട്ട് നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ആൻസർ കണ്ടിട്ട് അവർക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവരുത്. അതിൻ്റെ ഇടയിൽ മുങ്ങിക്കോണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം. ഒരു കാര്യം അവർക്ക് ഓർത്ത് വയ്ക്കുക, ഡയറക്റ്റ് ആൻസർ കൊടുക്കണ്ട. കല്യാണം നോക്കുന്നില്ല. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ വരും. എന്തുകൊണ്ട് നോക്കുന്നില്ല? റിലേഷൻഷിപ്പ് ഉണ്ടോ? ജോലി ആയിട്ടാണോ? എന്തെല്ലോ അറിയണം. സോ അതുപോലത്തെ ഡയറക്റ്റ് ആൻസേഴ്സ് ഒന്നും കൊടുക്കാതിരിക്കുക നല്ലതാണ്. എക്സ്പീരിയൻസ്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് നമ്പർ 5, എക്സിറ്റ്. നിങ്ങളടുത്ത് ചോദ്യം ചോദിച്ച് വെറുപ്പിക്കുന്ന ഈ വ്യക്തിൻ്റെ അടുത്ത് നിന്ന് നുഴഞ്ഞ് എക്സിറ്റ് ആയി പോകണം. ആൻഡ് എന്തെങ്കിലും അല്ലറ ചില്ലറ കളവ് റീസൺസ് പറയാം. ഫുഡ് എടുത്തിട്ടില്ല, അങ്ങോട്ട് പോകണം, എനിക്ക് പോകാൻ സമയമായി, വാട്ടവോ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, എന്തെങ്കിലും പറഞ്ഞ് തലയൂരുക. ആൻഡ് കൂടുതലായിട്ട് അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത്ര ആൾക്കാരത് സംസാരിക്കാത്തതാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ലേ? അല്ലെങ്കിൽ നമ്മളിത് ആലോചിച്ച് നമ്മുടെ ഡേ തന്നെ പോകും. സോ ആ അവിടുന്ന്
എക്സിറ്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഗാങ്ങിൽ തന്നെ ചില്ല് ചെയ്യുക. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ വെറുപ്പിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുത്തേക്കുക. ആൻഡ് അവരെ മനസ്സിലാക്കിക്കോട്ടെ അവർ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആൻഡ് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഫർദറായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.